തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ 7 മാസത്തിന് ശേഷം കുറ്റപത്രം തയ്യാർ. കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ, അമ്മ ശ്രീതു എന്നിവരാണ് പ്രതികൾ. കുട്ടിയെ കൊല്ലാൻ അമ്മ ശ്രീതു കൂട്ടുനിന്നെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഈ മാസം 15-നകം ബാലരാമപുരം പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. കഴിഞ്ഞ ജനുവരി 30-നായിരുന്നു കോട്ടുകാൽക്കോണം എന്ന ഗ്രാമത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച കൊടും കൃത്യം നടന്നത്. അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഉറങ്ങിക്കിടന്ന 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ കാണാനില്ലെന്ന് ആദ്യമറിയിച്ചത് അമ്മ ശ്രീതു. പുലർച്ചെയോടെ വിവരം പുറത്തറിഞ്ഞതോടെ നാടൊന്നാകെ ദേവേന്ദുവിനായി തിരച്ചിൽ തുടങ്ങി. പോലീസിലും വിവരമറിയിച്ചു. പോലീസെത്തി നടത്തിയ തിരച്ചിലിൽ സമീപത്തെ കിണർ മൂടിയ തുണിയുടെ സ്ഥാനം മാറിക്കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി നടത്തിയ പരിശോധനയിൽ ദേവേന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തി. പിന്നീടങ്ങോട്ട് ദുരൂഹതയുടെ മണിക്കൂറുകൾ. വീട്ടുകാരെ ചോദ്യം ചെയ്തതോടെ പോലീസ് പ്രതി പുറത്തല്ല അകത്താണെന്ന് ഉറപ്പിച്ചു. ഇതിനു പിന്നാലെയാണ് ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാർ പിടിയിലാകുന്നത്. ഇയാൾ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു. ഹരികുമാറിന് സഹോദരിയുമായി വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. മകൾ വന്നതോടെ തന്നെ അവഗണിച്ചു തുടങ്ങിയെന്ന തോന്നലാണ് കൊലപാതകത്തിന് പ്രേരണയായതെന്നാണ് പ്രതി നൽകിയ മൊഴി. ഹരികുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവിനെ പ്രതി ചേർത്തത്. ഹരികുമാറിനെ പോലീസ് നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. എന്നാൽ ശ്രീതു നുണപരിശോധനയ്ക്ക് തയ്യാറായിരുന്നില്ല. കൊലപാതകം നടന്ന മാസങ്ങൾക്ക് ശേഷമാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഈ മാസം 15-നകം ബാലരാമപുരം പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.